ഹായ് മക്കളെ, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ ഭാഷ പൂത്തും സംസ്കാരം തളർത്തും എന്ന ഭാഗത്തിലെ കഥകളതി മോഹനം എന്ന ഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറെ ക്വസ്റ്റ്യൻസ് ടീച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അർത്ഥം തന്നിട്ടുണ്ട്. 1 മാർക്കിൻ്റെയും 3 മാർക്കിനും അതുപോലെ തന്നെ 5 മാർക്കിനും അതുപോലെ 7 മാർക്കിനും വരാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യോത്തരങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇത്ര ഉത്തരങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് അറ്റൻഡ് ചെയ്യാനും കഴിയുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ടീച്ചർ തരുന്നത് അതിൻ്റെ അർത്ഥങ്ങളാണ്, പ്രധാന വാക്കുകളുടെ അർത്ഥങ്ങളാണ്. അപ്പോൾ അതും എല്ലാ പേരും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. ശേഷം നമുക്ക് ബാക്കി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഇനി നമ്മൾ നോക്കുന്നത് കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും. ഈ വരികളുടെ ഭാഷാപരമായ പ്രത്യേകതകൾ വ്യക്തമാക്കുക. ഇവിടെ തന്നിരിക്കുന്ന വരികൾ നമുക്ക് കാണാം. ആദ്യത്തെ 2 വരികളിലും ക എന്ന അക്ഷരം ആവർത്തിച്ചിരിക്കുന്നു, അതുപോലെ രണ്ടാമതും ആവർത്തിച്ചിരിക്കുന്നു, നായും അതുപോലെ ആവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ ക, ഇർ, ഇന്ന തുടങ്ങിയ അക്ഷരങ്ങൾ ഒരുപോലെ ആവർത്തിച്ചിരിക്കുന്നു. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ആദ്യത്തെ അക്ഷരം ഒരുപോലെ വന്നിരിക്കുന്നതിനാൽ ആദ്യാക്ഷര പ്രാസ പ്രയോഗം എന്നും, രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ ആയതിനാൽ നമുക്കതിനെ ദ്വിതീയാക്ഷര പ്രാസം എന്നും പറയാം. കൂടാതെ വരിയിലെ ആദ്യം പ്രയോഗിച്ചിരിക്കുന്ന കർണൻ എന്ന് പറയുന്ന പദം ഒരു കഥാപാത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? എന്നാൽ കർണസുഖം എന്ന് പറയുന്നത് ചെവി രണ്ടും കുളിർപ്പിക്കുക എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഈ പ്രയോഗങ്ങളെല്ലാം തന്നെ വരികൾക്ക് താളവും ഈണവും ചൊല്ലഴകും നൽകുന്നു. അപ്പോൾ ഭാഷാപരമായ പ്രത്യേകത ഒരു ചോദ്യത്തിൽ ഉണ്ടാവുമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിൻ്റെ അക്ഷരങ്ങളുടെ ആവർത്തനവും അതുപോലെ തന്നെ ഒരേപോലുള്ള വാക്കുകൾക്ക് നൽകുന്ന 2 തരത്തിലുള്ള അർത്ഥങ്ങൾ, നാനാർത്ഥം എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? അത്തരത്തിലുള്ള അർത്ഥങ്ങളും ഒക്കെ ഒന്ന് നോക്കി വേണം നമ്മൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ. ഇനി നമുക്ക് ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ. അപ്പം മിക്കവാറും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ചോദ്യം തന്നെയാണിത്. ഈ വരികളിൽ എഴുത്തച്ഛൻ കൃതികളുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അപ്പം അതിൻ്റെ ഉത്തരം ടീച്ചർ പറയാം. ഏത് സാഹചര്യത്തെയും സൂക്ഷ്മമായും വ്യക്തമായും അതിൻ്റെ അന്തസത്ത ഒട്ടും ചോർന്നു പോകാതെയുമുള്ള എഴുത്തച്ഛൻ്റെ അവതരണ മികവിനെക്കുറിച്ചാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ കവി തൻ്റെ പഞ്ചവർണ്ണക്കിളിയോട് കഥ പറയാൻ ആവശ്യപ്പെടുന്നതാണ് സന്ദർഭം. വളരെയേറെ പറയാനുള്ള മഹാഭാരത കഥ പറയാനാവതില്ലെങ്കിലും അതിൻ്റെ അന്തസത്ത ഒട്ടും ചോർന്നു പോകാതെ വായനക്കാരിലേക്ക് എത്തിക്കുകയാണ് എഴുത്തച്ഛൻ തൻ്റെ പഞ്ചവർണ്ണ കിളിപ്പെണ്ണിലൂടെ. മിതമായതും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതുമായ ഭാഷയിലൂടെ അർത്ഥപൂർണമായ ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള വൈദഗ്ധ്യം എഴുത്തച്ഛൻ്റെ കാവ്യരചനകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ വീണ്ടും പറയുന്നു ടീച്ചർ, ചോദ്യങ്ങൾ ആവർത്തിച്ച് കേൾക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ഉറപ്പായും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ് ടീച്ചർ തരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അതൊന്ന് കേട്ട് മനസ്സിലാക്കുക. ചോദ്യം ടീച്ചർ വായിക്കാം. കർണസുഖം ഞാൻ പറകയില്ല ആരോടും. കർണൻ്റെ ഈ നിലപാട് വർത്തമാന സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ്? ആൻസർ നോക്കാം. മറ്റുള്ളവരുടെ കാതുകൾക്ക് സുഖം പകരുന്നതിനായി പലതരം ഭംഗിവാക്കുകൾ പലരും പറയാറുണ്ട്. ഇത്തരത്തിൽ സത്യം മറച്ചുവെച്ച് സംസാരിക്കുന്നവരെ നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. ഇവിടെ മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വെറും വാക്കുകൾ താൻ പറയില്ല എന്ന നിലപാടാണ് കർണൻ സ്വീകരിക്കുന്നത്. കൗരവരുടെ സേനാപതിയായി സ്ഥാനമേൽക്കാൻ അവസരം ലഭിച്ചപ്പോൾ അതിന് തന്നെക്കാൾ യോഗ്യനായ ദ്രോണാചാര്യർക്ക് ആ സ്ഥാനം നൽകാൻ കർണൻ തയ്യാറാകുന്നു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തതും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും പ്രീതി നേടാനും വേണ്ടി ശ്രമിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത്തരക്കാർക്ക് ഒരു മാതൃകയാണ് കർണൻ്റെ നിലപാട്. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ യോദ്ധാവ്. സത്യത്തിനും ധർമ്മത്തിനും എതിരെ പ്രവർത്തിക്കുന്നവരാണ് വർത്തമാന കാലത്തിൽ അധികം പേരും. അധികാരമോഹികൾ പലരുടെയും പ്രീതി നേടുന്നതിനായി പറയുന്നതിനെയാണ് കർണസുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് 7 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. എഴുത്തച്ഛൻ്റെ വർണ്ണനയുടെ സവിശേഷതകൾ. അപ്പോൾ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയാണ് ടീച്ചർ തന്നിട്ടുള്ളത്. അപ്പോൾ 1-2 പ്രാവശ്യം എല്ലാ പേരും ഈ ഒരു ചോദ്യവും ഉത്തരവും ആവർത്തിച്ച് കേൾക്കാൻ ശ്രമിക്കണം. അപ്പോൾ ടീച്ചർ ഉത്തരം വായിക്കാം. എക്കാലത്തെയും ഗഹനമായ ആശയങ്ങൾ തന്നിലേക്ക് ആവാഹിക്കാൻ കരുത്തുണ്ടായിരുന്ന കവിയായിരുന്നു എഴുത്തച്ഛൻ.
തൻ്റെ കാവ്യഭാഷയിലൂടെ എഴുത്തച്ഛൻ മലയാള ഭാഷയ്ക്ക് കരുത്തു പകർന്നു നൽകി. അതിന് ഉദാഹരണമാണ് എഴുത്തച്ഛൻ്റെ കാവ്യങ്ങളായ അധ്യാത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും. കൂടാതെ കിളിപ്പാട്ട് എന്ന കാവ്യപ്രസ്ഥാനം മലയാള ഭാഷയ്ക്ക് നൽകിയതും എഴുത്തച്ഛൻ തന്നെയാണ്. മലയാള ഭാഷയ്ക്ക് പുതിയൊരു രൂപം നൽകാൻ എഴുത്തച്ഛന് കഴിഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇതൊരു പാരഗ്രാഫ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാം. മലയാള ഭാഷയിൽ എക്കാലത്തും വർത്തമാനകാല പ്രസക്തമായ കാവ്യമാണ് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട്. ഈ കാവ്യഭാഗത്തിലെ ദ്രോണപർവ്വത്തിലെ ഒരു ഭാഗമാണ് കഥകളതിമോഹനം എന്ന പാഠഭാഗം. കാവ്യഭംഗി നിറഞ്ഞ വാഗ്മയ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അതിശയകരമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സന്ദർഭങ്ങളെ മിഴിവുറ്റതാക്കാൻ അനുയോജ്യമായ പ്രയോഗങ്ങളും ഉപമാനങ്ങളും എഴുത്തച്ഛൻ കാവ്യഭാഗങ്ങളുടെ പ്രത്യേകതകളാണ്. കർണസുഖം ഞാൻ പറകയില്ല എന്ന വരിയിലൂടെ വർത്തമാന സമൂഹത്തിൻ്റെ സ്വഭാവ സവിശേഷത കൂടിയാണ് വ്യക്തമാക്കുന്നത്. കൂടാതെ ചൊല്ലുന്നതുണ്ട് കനക്കി ചുരുക്കി ഞാൻ എന്ന വരികളിൽ എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിനെല്ലാം പുറമെ അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ടുണ്ടാകുന്ന ശബ്ദഭംഗി എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷതയാണ്. മെല്ലം ബെല്ലം, കർണൻ കർണസുഖം, കുണ്ഡലം ഗണ്ഡസ്ഥലം, വാരണവീരൻ വീരൻ തുടങ്ങിയ വാക്കുകളിൽ ആദ്യാക്ഷരം ദ്വിതീയാക്ഷരം തുടങ്ങിയ പ്രാസപ്രയോഗങ്ങൾ കാണാം. ഇത്തരം പ്രാസപ്രയോഗങ്ങൾ കവിതയ്ക്ക് താളവും ഈണവും ശബ്ദഭംഗിയും നൽകുന്നു. ഇനി അവസാന പാരഗ്രാഫ് കൂടി ഒന്ന് നോക്കാം. പഞ്ചവർണ്ണ കിളിക്ക് ഇഷ്ടഭോജ്യങ്ങൾ വെള്ളിത്തളികളിൽ നിരത്തിവെക്കുന്ന ഭാഗം വർണ്ണിക്കുമ്പോൾ ആ ദൃശ്യം നേരിൽ കാണുന്ന അനുഭവമാണ് വായനക്കാരനുണ്ടാകുന്നത്. വില്ലാളി വീരനായ കർണൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ വീണ് കിടക്കുന്ന രംഗവും ഭഗദത്തൻ്റെ തലയും ആനയുടെ വാലും അരിഞ്ഞിട്ടിട്ട് ശബ്ദഘോഷത്തോടെ പാഞ്ഞു പോകുന്ന ബാണവും ചലനാത്മകമായ വാഗ്മയ ചിത്രങ്ങളാണ്. കാവ്യഭാഗത്തെ ഓരോ ദൃശ്യങ്ങളും നേരിട്ട് കാണുന്ന പ്രതീതിയാണ് ഇത്തരം വാഗ്മയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം പകർന്നു നൽകുന്നത്. ഈ ഒരു ചോദ്യം 1-2 ആവർത്തി നിങ്ങൾ വീണ്ടും ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് അതൊന്ന് എഴുതിയെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, 7 മാർക്കിൻ്റെ ചോദ്യം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒന്ന് കേൾക്കാൻ കൂടി ശ്രമിക്കണം. കഥകളതിമോഹനം എന്ന പാഠഭാഗത്തിലെ പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ടീച്ചർ കരുതുന്നു. ഇനി നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി വീണ്ടും കാണാം. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ടീച്ചർ ഓരോന്നായിട്ട് ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് വേണമെങ്കിലും എടുത്ത് പഠിക്കാവുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം.